അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യ സഹോദരങ്ങളെ, നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം അതിൻ്റെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഏകദേശം 2 നൂറ്റാണ്ട് കാലം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യാതനകൾ അനുഭവിച്ച ശേഷം 1947 ആഗസ്റ്റ് 15 പ്രഭാതത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാധ്യമായി തീർന്നു. ഒട്ടനവധി വൈവിധ്യങ്ങളുടെ സമുച്ചയമായി നിലകൊണ്ടിരുന്ന ഒരു ഭൂപ്രദേശം, നിരവധി വരുന്ന പ്രാദേശിക ഭരണാധികാരികളുടെ കീഴിൽ ഭരിക്കപ്പെട്ടിരുന്ന ഒട്ടനവധി പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ എന്ന യാഥാർത്ഥ്യം നിലവിൽ വന്നത്. സ്വാതന്ത്ര്യത്തെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിലുള്ള ഭരണാധികാരികളുടെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ട് ആധുനിക ഇന്ത്യക്ക് രൂപം നൽകപ്പെട്ടു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായും നാം ഓർക്കേണ്ടുന്ന, രാജ്യത്തിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലി അർപ്പിച്ചവരും അക്ഷാന്ത പരിശ്രമങ്ങൾ നടത്തിയവരുമായ ഒട്ടനവധി വ്യക്തിത്വങ്ങളുണ്ട്. അവരെക്കുറിച്ചെല്ലാം ഈ സുദിനത്തിൽ നമുക്ക് ഓർക്കാം. മഹാത്മാഗാന്ധിയെപ്പോലെ, ജവഹർലാൽ നെഹ്റുവിനെ പോലെ, മൗലാന ആസാദിനെ പോലെ, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി സഹോദരങ്ങളെപ്പോലെ ഒട്ടനവധി വരുന്ന മഹാത്മാക്കളായ വ്യക്തിത്വങ്ങൾ. അവരുടെ ത്യാഗപരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ്, നിരവധി വ്യക്തികളുടെ ജീവൻ നൽകിയതിൻ്റെ ഫലമായിട്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാൻ നമുക്കവസരമുണ്ടായി തീർന്നിട്ടുള്ളത്. ഈ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടത് രാജ്യത്തെ ഓരോ പൗരൻ്റെയും ബാധ്യതയാണ്. ഇന്ത്യ ലോകത്തിനു മുമ്പിലുള്ളൊരു അത്ഭുതമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അഥവാ നാനാത്വത്തിൽ ഏകത്വം എന്നത് അടിസ്ഥാനപരമായ തത്വമായി സ്വീകരിച്ച നമ്മുടെ രാജ്യം വിവിധ തരത്തിലുള്ള ഭാഷകളും വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങളും മതപരമായ വൈവിധ്യങ്ങളുമൊക്കെ നിലനിൽക്കുമ്പോഴും ഇന്ത്യ എന്ന ഏകകം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിക്കുകയാണ്. മഹത്തായ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വഭാവനയുടെയും ഫലമായിട്ടാണ് ഈ രാജ്യം നിലനിന്നു പോന്നിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ മഹത്വങ്ങളിലൊന്ന് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. മഹാനായ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ നിരവധി വർഷങ്ങളിലെ ത്യാഗപരിശ്രമങ്ങളിലൂടെ രൂപം നൽകപ്പെട്ട ലോകത്തെ ഏറ്റവും മികച്ച ഭരണഘടനകളിലൊന്നാണ് നമ്മുടെ ഭരണഘടന. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നിട്ടുള്ളത്. ആ ഭരണഘടനയിൽ പ്രധാനമായി അതിൻ്റെ ആമുഖത്തിൽ തന്നെ ഊന്നിപ്പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മുടെ രാജ്യം ഒരു പരമാധികാര സോവറിൻ, അതേപ്രകാരം സ്ഥിതി സമത്വം നിലനിൽക്കുന്ന സോഷ്യലിസ്റ്റ്, അതേ വിധത്തിൽ മതേതരം അഥവാ സെക്യുലർ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ജനാധിപത്യം അഥവാ ഡെമോക്രസിയിൽ അടിയുറച്ചു നിൽക്കുന്ന ഈ 4 തത്വങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പരമാധികാരവും സ്ഥിതിസമത്വവും മതേതര കാഴ്ചപ്പാടും ജനാധിപത്യത്തോടുള്ള പ്രതിപത്തിയും ഈ രാജ്യത്തിൻ്റെ ഏറ്റവും മൗലികമായ തത്വങ്ങളായിട്ട് എന്നും ഉയർത്തിപ്പിടിക്കപ്പെടേണ്ടതുമാണ്. മാത്രവുമല്ല, മഹത്തായി ഭരണഘടന രാജ്യത്തിലെ വൈവിധ്യങ്ങളെ ഏകോപിപ്പിക്കാൻ സഹായകമാകുന്ന ഒട്ടനവധി ആർട്ടിക്കിളുകളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള കാര്യം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളതാണ്. നിയമത്തിൻ്റെ മുമ്പിൽ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും തുല്യരാണ്. തൊഴിലവകാശങ്ങളുടെ പേരിൽ ലോകത്തിലെ മുഴുവൻ പൗരന്മാരും തുല്യരാണ്. വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശത്തിൻ്റെ കാര്യത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും തുല്യരാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും
രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും തുല്യരായി കാണുന്ന റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന മഹത്തരമായ സങ്കല്പം. അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളുകൾ വളരെ കൃത്യമായി വ്യാഖ്യാനിക്കുന്നു. മതാചരണത്തിനും മതപ്രബോധനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ ഭരണഘടന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം താൻ ഇഷ്ടപ്പെടുന്ന മതത്തിൽ വിശ്വസിക്കാനും ആ മതം ആചരിക്കാനും അതിനു പുറമെ ആ മതം പ്രബോധനം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അതിലെ ഓരോ പൗരനും വകവെച്ചു കൊടുക്കുന്നു. ഇപ്രകാരം തന്നെ ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ജനവിഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങളുണ്ടായിത്തീരും. മതന്യൂനപക്ഷങ്ങളുണ്ടാകും, ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ടാകും. ഈ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നത് ഒരു മാതൃകാ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ദീർഘദൃക്കുകളായ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൃത്യമായ അവകാശങ്ങൾ ഭരണഘടനയിൽ അവർ വകവെച്ചു കൊടുത്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും നടത്തിക്കൊണ്ടുപോകാനുമുള്ള അവകാശം, അതുപോലെ വിവിധ മേഖലകളിൽ പൊതുധാരയിലേക്ക് അവരെ കൊണ്ടുവരാൻ, അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ നിരവധി വരുന്ന നിയമങ്ങളാണ്, വകുപ്പുകളാണ് ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഈ മഹത്തരമായ നിർദ്ദേശങ്ങൾ ഓരോന്നും രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഇന്ത്യ എന്ന ഒരൊറ്റ സങ്കല്പത്തിൽ ഒരുമിച്ച് കൂട്ടാനും രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഉപയുക്തമാകുന്ന വിധത്തിലുള്ള ആർട്ടിക്കിളുകളാണ് ഭരണഘടനയിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുക എന്നത് ഇന്ത്യ നിലനിൽക്കുക എന്ന അതിമഹത്തായ ലക്ഷ്യത്തിനുള്ള പിൻബലമാണ്. ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഓരോ മൂല്യവും രാജ്യത്ത് കൃത്യമായി സംരക്ഷിക്കപ്പെടുക എന്നത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഭരണഘടന ചവിട്ടിമെതിക്കപ്പെടുന്ന, ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ഏത് ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ചെറുക്കപ്പെടേണ്ടതാണ്. ആ ശ്രമങ്ങൾക്കെതിരായുള്ള ഐക്യം സകല മനുഷ്യരുടെ ഭാഗത്തു നിന്നും അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിത്തീരൽ അനിവാര്യമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വരുന്ന ഭീഷണികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ച് 78 സംവത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ ചെയ്യാൻ നമുക്ക് സാധ്യമായി തീർന്നിട്ടില്ല. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരവും 30 ദശലക്ഷത്തിലേറെ വരുന്ന ജനങ്ങൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. യുവാക്കളിലെ വലിയൊരു വിഭാഗം അന്യരാഷ്ട്രങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലവസരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിൽ നമ്മുടെ രാജ്യത്തിന് അനിവാര്യമായ വിഭവശേഷിയാണ് സത്യത്തിൽ ചോർന്നു പോകുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും ആധുനിക വിജ്ഞാനീയങ്ങളെയും ഉപയോഗപ്പെടുത്തി രാജ്യത്തെ റിസോഴ്സ് വർദ്ധിപ്പിക്കാൻ, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഭരണം കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ വിഷയം, ബഹുഭൂരിഭാഗം ജനങ്ങളും ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന ദുരവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. കണക്കുകൾ വ്യക്തമാക്കുന്നത് ലോകത്തെ ദരിദ്രരിൽ ഏകദേശം 1/3 ദക്ഷിണേഷ്യയിലാണ് എന്നതാണ്. ആ 1/3 70% സംഭാവന ചെയ്യുന്നത് നമ്മുടെ രാജ്യമാണ് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടണമെങ്കിൽ രാജ്യത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. ഭരണകൂടം വളരെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി നീങ്ങിക്കൊണ്ട് സമൂഹത്തിലെ താഴെക്കിടയിലുള്ള ആളുകളിലേക്ക്,
വിദ്യാഭ്യാസ വിപ്ലവവും അതുപോലെ തന്നെ സാമൂഹികമായ നവോത്ഥാനത്തിനുള്ള ശ്രമങ്ങളും നിർബന്ധപൂർവം അതിനുള്ള പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിരവധി പഞ്ചവത്സര പദ്ധതികൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും സ്വാതന്ത്ര്യം ലഭിച്ച നാളുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നതിൽ വേണ്ടത്ര പുരോഗതി നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ രാജ്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗൗരവതരമായ മറ്റൊരു പ്രശ്നമാണ് നമുക്കറിയാം, വർഗീയത എന്നത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തിയ വലിയൊരായുധമായിരുന്നു വർഗീയ ചിന്ത വളർത്തുക എന്നത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നായി ചേർന്ന് തങ്ങൾക്കെതിരെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനിറങ്ങിയപ്പോൾ ഈ ജനതയെ ഭിന്നിപ്പിക്കുന്നതിന് ഒട്ടനവധി കുടില തന്ത്രങ്ങൾ അവർ ആസൂത്രണം ചെയ്തു. അവർ ഇട്ട വിത്തുകൾ ഇന്നും മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാബരി മസ്ജിദ് പ്രശ്നമായിക്കൊണ്ട് അതുപോലെ സമാനമായ നിരവധി വർഗീയ സംഘർഷങ്ങൾക്ക് സത്യത്തിൽ അതിനാവശ്യമായ പ്ലാനിങ്ങുകൾ ഈ രാജ്യത്ത് ആരംഭിച്ചത് ബ്രിട്ടീഷ് ഭരണകൂടമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ആളുകൾ അന്ന് ശ്രമിച്ചതിൻ്റെ ഫലങ്ങളെന്നോണം പിന്നീട് നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉടലെടുത്തു. സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് അതിശക്തമായ പോരാട്ടങ്ങളുണ്ടായപ്പോൾ ഇന്ത്യ വിട്ടുപോകാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി തീർന്നുവെങ്കിൽ വർഗീയതയുടെ വിത്തുകൾ ഇവിടെ വിട്ടുകൊണ്ടാണ് അവർ പോയത് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തെ തുടർന്നുള്ള നാളുകളിൽ പോലും രാജ്യത്തൊട്ടനവധി വർഗീയ സംഘർഷങ്ങളുണ്ടായി. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ തുടർന്ന് ഉണ്ടായിത്തീർന്നിട്ടുള്ള നിരവധി സംഘർഷങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. പലായനങ്ങൾ അതിശക്തമായി തുടർന്നു. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ വേണ്ടത്ര ഉണ്ടായില്ല എന്നതൊരു സത്യമാണ്. കാലാകാലങ്ങളിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് വിവിധ തരത്തിലുള്ള ഏജൻസികൾ നടത്തിയിട്ടുള്ള തികച്ചും അന്യായമായ നീക്കങ്ങൾ രാജ്യത്തെ വർഗീയതയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മുടെ രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധി ഈ വർഗീയത തന്നെയാണ്. പരസ്പര വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ച് അതിൽ നിന്ന് വിളവെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണ്. ദുരന്തമെന്നോണം രാജ്യം ഇന്ന് വർഗീയ ഫാഷിസത്തിൻ്റെ കയ്യിൽ അമർന്നിരിക്കുന്നു എന്നത് ഒരു ദുഃഖ സത്യമാണ്. പാഠപുസ്തകങ്ങളെപ്പോലും ചരിത്ര വസ്തുതകളെപ്പോലും തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, ജനങ്ങൾക്കിടയിലുള്ള ഐക്യം തകർക്കുന്നതിനു വേണ്ടി, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലകറ്റുന്നതിനു വേണ്ടി കുടിലമായ തന്ത്രങ്ങൾ അവർ നെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വർഗീയത അതിൻ്റെ ഫണം വിരിച്ചാടിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ വേളകളും ഈ വർഗീയതക്കെതിരായുള്ള പോരാട്ടത്തിന് അതിശക്തമായ വിധത്തിൽ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലുമാണ്. പരസ്പരം സംശയത്തിൻ്റെ നിഴലിൽ കഴിയുന്ന ഒരു ജനവിഭാഗം രാജ്യത്തുണ്ടാകുമ്പോൾ ഒരിക്കലും ആ രാജ്യത്ത് സമാധാനമുണ്ടാവുകയില്ല, പുരോഗതി കൈവരിക്കാൻ സാധ്യമാവുകയില്ല. അതുകൊണ്ട് വർഗീയതയെ തുടച്ചു നീക്കേണ്ടത് രാജ്യത്തെ സ്നേഹിക്കുന്ന, സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ബാധ്യതയാണ്. അതേ വിധത്തിൽ തന്നെ നമ്മുടെ രാജ്യം നേരിടുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധിയാണ് വർദ്ധിച്ചു വരുന്ന അഴിമതി എന്നത്. ഭരണകൂടങ്ങൾ അഴിമതിക്ക് പലപ്പോഴും തണലേകിക്കൊണ്ടിരിക്കുന്നു. അഴിമതിയുടെ മറ്റൊരു തലമായ, അതിൻ്റെ ദുരന്തമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊന്നാണ് പണപ്പെരുപ്പം എന്നത്. കൃത്യമായ കാഴ്ചപ്പാടില്ലാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, കൃത്യമായ പ്ലാനിങ്ങുകൾ ഇല്ലാതിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ദുരന്തം അനുഭവിക്കേണ്ടി വരിക സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആളുകളാണ്. പണപ്പെരുപ്പത്തിൻ്റെ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടൊരു രാജ്യമാണ് നമ്മുടേത് എന്ന് കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ആസൂത്രണ രംഗത്തെ പിഴവുകളും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ പലപ്പോഴും സ്വീകരിച്ച സമീപനങ്ങളുമെല്ലാം ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. സമ്പന്നമായൊരു രാജ്യവും ദരിദ്രരായ ജനങ്ങളുമെന്നാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയാറുള്ളത്. ജനങ്ങളുടെ
എണ്ണത്തിൻ്റെ കാര്യത്തിൽ, മാനവശേഷിയുടെ കാര്യത്തിൽ ഏറെ മുന്നിലുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ ഏറെ മുന്നിലുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. വിഭവങ്ങളുടെ കാര്യത്തിൽ ഏറെ മുന്നിലുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. സർക്കാരുകളുടെ കയ്യിൽ പണം എന്ന വിഷയം വെക്കുമ്പോൾ അതിലും ഏറെ മുന്നിലുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷേ പട്ടിണി പാവങ്ങളുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തേ കാരണം? ഇവിടെ സൂചിപ്പിച്ച പോലെ ഭരണതലങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതിത്വവുമെല്ലാം ഈ ദുരവസ്ഥ വരുത്തി തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അഴിമതിക്കെതിരായുള്ള ശ്രമങ്ങൾ, സ്വജനപക്ഷപാതിത്വങ്ങൾക്കെതിരായുള്ള നീക്കങ്ങൾ, രാജ്യത്തെ ഫാഷിസത്തിനെതിരായിക്കൊണ്ടുള്ള സമാധാനത്തിൻ്റെ ഐക്യചേരി രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, അതിനൊക്കെയും ആക്കം കൂട്ടേണ്ടുന്ന സന്ദർഭമാണ് നമ്മുടെ മുമ്പിൽ വന്നെത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിൽ ഈ മഹത്തായ ചിന്തകളായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. രാജ്യത്തോടുള്ള സ്നേഹവും കൂറും നിലനിർത്തിക്കൊണ്ട് വർഗീയതയ്ക്കെതിരെ, വിഭജനവാദത്തിനെതിരെ, ഈ രാജ്യത്തെ തകർക്കുന്ന വ്യത്യസ്തങ്ങളായ ക്യാൻസറുകൾക്കെതിരെ നമുക്കൊന്നിച്ച് മുന്നോട്ടു നീങ്ങാം. തൻ്റേതായ മതബോധത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, മതവിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴും അന്യൻ്റെ മതങ്ങളെ ആദരിക്കാനും അവൻ്റെ വിശ്വാസത്തെ പിന്തുടരാനുള്ള അവകാശത്തെ വകവെച്ചു കൊടുക്കാനും ഭരണഘടന നമ്മുടെ മുമ്പിൽ മുന്നോട്ട് വെക്കുന്ന ആ നിലപാടുകൾ, സമീപനങ്ങൾ സംരക്ഷിക്കുക എന്നത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ആ നിലക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് പുരോഗതിയിലേക്ക് രാജ്യത്തെ നയിക്കുക എന്നതാകണം ഭരണം കൈയാളുന്ന ആളുകൾ മുന്നോട്ട് വെക്കേണ്ടുന്ന കാഴ്ചപ്പാട്. അതിനു പകരം പരസ്പര ഭിന്നിപ്പിക്കലിൻ്റെയും വിദ്വേഷ പ്രചാരണത്തിൻ്റെയും അത്തരത്തിലുള്ള വിഭജനത്തിൻ്റെ വാദഗതികളുടെയും ആശയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നാളെ നമ്മുടെ മുമ്പിൽ ദുരന്തപൂർണമായിരിക്കും. അതുകൊണ്ട് സമാധാനത്തിൻ്റെ പുലരി നാം സ്വപ്നം കാണുന്നുവെങ്കിൽ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ഐക്യപ്പെടാനും സാഹോദര്യത്തിൻ്റെ ഭൂമികയിൽ ഒന്നിച്ചു മുന്നോട്ട് നീങ്ങാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രചോദനമായി തീരട്ടെ ഓരോ സ്വാതന്ത്ര്യദിനവും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.